നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമിക്കരികിലൂടെ ഒരു ചെറിയ ഗ്രഹം കടന്നു പോകാൻ പോവുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ശാസ്ത്രലോകം റിപ്പോർട്ട് ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടിയോളം വലിപ്പമുള്ള ചിഹ്നഗ്രഹം അടുത്ത മാസം ഭൂമിക്ക് സമീപത്തുകൂടി കടന്നു പോകുമെന്ന് ഗവേഷകരാണ് പറയുന്നത്. എന്നാൽ ഇത് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയില്ലെന്നും ഗവേഷകർ വ്യക്തമാക്കി. 52,768 എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് സമീപത്തുകൂടി കടന്നു പോകാൻ പോകുന്നത്. 1 മുതൽ 2.5 മൈലുകൾ വരെ വീതിയുള്ള ചിഹ്നഗ്രഹം മണിക്കൂറിൽ 19,461 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. 1998 നാസയാണ് ഈ ചിഹ്നഗ്രഹം ആദ്യമായി കണ്ടെത്തിയത് തന്നെ. ഭൂമിയിൽ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ തക്ക വലിപ്പമുള്ളതാണ് ഈ ചിഹ്നഗ്രഹമെന്നും നാസ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഗവേഷകർ വ്യക്തമാക്കി. ഏപ്രിൽ 29 പുലർച്ചെ 4:56 ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് നാസയുടെ സെന്റർ ഫോർ നിയർ ഒബ്ജക്റ്റ് സ്റ്റഡീസ് അറിയിക്കുകയുണ്ടായി. ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ വേഗത്തിൽ കണ്ടെത്തുന്നതിനായി നാസ സ്ഥാപിച്ച പുതിയ ഹാർഡ്വെയറിന്റെ സഹായത്തോടെയാണ് 1998 OR2 കണ്ടെത്തിയത്. സൂര്യന് ചുറ്റും വലിപ്പം വയ്ക്കുന്നതിന് 1340 ദിവസമാണ് ഈ ചിഹ്നഗ്രഹത്തിന് വേണ്ടി വരുന്നത്. സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങുന്നതിന് ഇതിന് ഏകദേശം 4.25 ദിവസം വേണമെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.